വെട്ടല്ല ചേമ്പല്ല എന്ന് പറഞ്ഞുകാണ്ട് എടുത്തു കൊടുക്കുന്നതാണത്. ഓല് ചേമ്പാണ് വെച്ചിട്ട് കൂട്ടാൻ വെക്കാൻ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂവിൻ്റെ വിത്ത് കണ്ടപ്പോൾ കൊടുക്കുന്നത്. നമ്മളെ അയൽവാസി തന്നാണ് സംഭവം. നല്ല അടിപൊളി ഒരു പൂവാണിത്. നല്ല ഒരു ചെടിമേ തന്നെ പല കളറുണ്ടാവും. അപ്പോൾ സ്പ്രിങ് ആകുമ്പോൾ ഇങ്ങനത്തെ ഓരോ പാട് ഇതേപോലെ വിത്തുകൾ ഇറങ്ങാൻ തുടങ്ങും. അതേപോലെ കുറച്ച് പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ല, എന്താ അതിൻ്റെ ഭംഗി. ഒരു ചെടിയിൽ തന്നെയാണ് ആ കളറുകളൊക്കെ ഉണ്ടാവുക. അത് നമുക്ക് പറയാൻ പറ്റില്ല ഏത് വിത്തിലാണ് ഉണ്ടാവുകയെന്ന്. ഒരു കൊലകൊലായിട്ട് ഈ കാര്യം വിത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അതായത് നമ്മളെ ഈ നാട്ടിൽ ചെറിയ ചെറിയ ചേമ്പ് ഉണ്ടാവില്ലേ, അപ്പോൾ ഈ ചേമ്പിൻ്റെ ഏരിയയാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വരിക, വയലറ്റ് ഉണ്ടാവും, അതേപോലെ യെല്ലോ, ഓറഞ്ച് എല്ലാം ഈ ഒരു വിത്തുമ്പോൾ തന്നെ വരും. അതിങ്ങനെ റാൻഡായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഉള്ള പാക്കറ്റാണത്. അതുപോലെ ഇത് വേറൊരു ഫ്ലവർ, ഇതേപോലുള്ള ചെടി നാട്ടിലുണ്ട്. പക്ഷെ ഇതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരയിൽ ഇവന്മാർ ഉപ്പേരി ഉണ്ടാക്കും. ഉള്ളിലേരിയുള്ളതാണ് സംഭവം. ഇതൊക്കെ എടുത്ത് കാണ്ട് ഉപ്പേരിയിൽ തൂമ്പിച്ച് കാണ്ട് പേർക്കാർക്ക് തിന്നാൻ കൊടുക്കും. ചെടിയാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാകും. അതേപോലെ നമ്മൾ സാധാ ഉള്ളിലേരിയുള്ള ഒരു വിത്താണ് ഇതിൻ്റെ. അതേപോലെ മറ്റൊരു ചെടിയുണ്ടല്ലോ, നമ്മൾ ഈ സൂര്യകാന്തിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി, ഭയങ്കര വലിപ്പം ഉണ്ടാവട്ടെ, ഒരു കയ്യിൻ്റെ വലിപ്പമുള്ള പൂവാണത്. ഇതുപോലുള്ള ചെടികളൊക്കെ ഒരേപോലെ തന്നെയാണ് അതിൻ്റെ വളർച്ചയും കാര്യങ്ങളും. നമ്മൾ മണ്ണിൽ നട്ടിട്ട് ഇത് നമ്മൾ സ്പ്രിങ് ആകുമ്പോഴാണ് ഇത് പൊട്ടിമുളച്ച് ഇല വന്ന് പെട്ടെന്ന് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. പിന്നെ അത് ഏകദേശം സമ്മർ പകുതിയൊക്കെ ആകുമ്പോഴത്തേന് അത് ഉണങ്ങി പോക്ക് തുടങ്ങും. നമ്മൾ ഈ ചേമ്പ് പോലെ തന്നെയാണ് ഇത് സംഭവം. പിന്നെ നെക്സ്റ്റ് വിൻ്ററിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ മുളച്ച് പൂക്കൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 3 ഐറ്റംസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മണ്ണിലിങ്ങനെ വല്ലാതെ താഴ്ചയിൽ വെക്കരുത്, അപ്പോൾ മുളച്ച് വരാൻ പ്രയാസമാവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കുഴി കുത്തിയതിന് ശേഷം അതിൽ ജസ്റ്റ് നട്ട് കൊടുത്താൽ മതി. നട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിവിടെ UK ആകുമ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ധാരാളം ഭയങ്കര ഭംഗിയുള്ള പൂക്കളുണ്ടാവും. നാട്ടിൽ നമ്മളെ കാലാവസ്ഥയിലും മണ്ണിലും അത് വളരാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ നല്ല വെള്ളം വേണം അതിന്, നല്ല വെറ്റായിട്ടുള്ള നല്ല വളക്കൂറുള്ള മണ്ണിലാണ് നന്നായിട്ട് ഉണ്ടാവുക.